ഒരു റിസോർട്ട് നോക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്ന 3 കാര്യങ്ങളുണ്ടാവും. ഒന്നൊരു അടിപൊളി ഗാർഡൻ, പിന്നെ നല്ല വ്യൂ, പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു പാർക്കോ അല്ലെങ്കിൽ ഒരു പൂളോ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത് 3 ഉള്ള ഒരു അടിപൊളി റിസോർട്ടിലാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ സ്റ്റേ. അപ്പൊ റിസോർട്ടിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹിലുവിന് റിസോർട്ട് ഇഷ്ടമായോ? ഇഷ്ടമാവാനുള്ള കാരണം എന്താ? മെയിൻ ആയിട്ട് ഈ റിസോർട്ട് ഹിലുക്ക് ഇഷ്ടമായത് എന്തുകൊണ്ടാ? റൂമാണോ, അതോ ഈ ഗാർഡൻ ആണോ, അതോ ഈ സ്വിമ്മിംഗ് പൂൾ ആണോ, വാട്ടർഫാൾ ആണോ? സ്വിമ്മിംഗ് പൂള് വീട്ടിക്ക് കൊണ്ടുപോകണോ? വീട്ടിക്ക് കൊണ്ടുപോകണോ? വേണ്ടേ? ഈ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പൂൾ ഏരിയ ആണ്. അതാവുമ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു വ്യൂ ആസ്വദിക്കാം, പൂളിലിരുന്ന് കളിക്കാം. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു വാട്ടർഫാൾ ഉണ്ട്, അപ്പൊ അതും ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടെ നമ്മളെ റൂംസ്, റെസ്റ്റോറൻറ്റ്, പിന്നെ ഈ ഒരു ഗാർഡൻ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അധിക നേരവും എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൂൾ ഏരിയയിലായിരിക്കും. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് എല്ലാവരും റൂമിന്റെ അകത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങളെ പിന്നെ ഹീലു ഇവിടുന്ന് അല്ലാണ്ട് ഇരിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് നിവർത്തിയില്ല, നമ്മൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ തന്നെയാണ്. കുറച്ചു നേരം ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. 8 മണിക്കാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബട്ടൂര ഉണ്ടായിരുന്നു, പിന്നെ സേമിയ കൊണ്ടുള്ള ഈ ഒരു ഉപ്മാവ്, പിന്നെ ബട്ടൂരയ്ക്കുള്ള ചന മസാല. ഇനിയിപ്പോൾ ഇതൊന്നും ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലിയും ചട്നിയും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സ്, ബ്രെഡ് ഐറ്റംസ് അതൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ എല്ലാം. അങ്ങനെ 3 പേർക്കുള്ള ഫുഡൊക്കെ എടുത്ത് ഞങ്ങൾ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാരണം നമ്മളത് ഫിനിഷ് ചെയ്തിട്ട് വേണം ഹിലുവിനുള്ള ഫുഡ് കൊടുക്കാൻ. അതൊരു ടാസ്ക്കാണ് കേട്ടോ. അവൾ കഴിച്ച് തീരുമ്പോഴേക്കും കുറേ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അധികാരം എത്തിയിട്ടില്ല ഫുഡ് കഴിക്കാനൊന്നും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. നിങ്ങൾക്കൊരു ചെറിയ റിസോർട്ട് ടൂർ പോലെ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബില്ലിയാർഡ്സ് കോർണർ. നമ്മളെ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ബില്ലിയാർഡ്സ് കോർണർ, അല്ല കോർണറല്ല, റൂം. ഇവിടുന്ന് നമ്മൾ നേരെ കാണുന്ന അതാണ് കേട്ടോ നമ്മളെ റൂം. ഇവിടെയാണ് ഇൻഡോർ ഗെയിംസ് ഉള്ളത്. പിന്നെ എനിക്ക് നല്ലോണം അറിയുന്നോണ്ട് ഇത് കറക്റ്റ് പോകും. ഇലു ബബ തോറ്റു. റൂം നമുക്ക് ലാസ്റ്റ് കാണാം. തൽക്കാലം ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. കളിക്ക്, വഴുക്കരുത് കേട്ടോ, വഴുക്കരുതേ. അവിടെ കാണുന്നതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിനകത്തൊക്കെ ആൾക്കാരുണ്ട്. ഇങ്ങനെയാണ് ഔട്ട്ഡോർ വ്യൂ വരുന്നത്. അവിടെ എൻട്രൻസ്, റിസപ്ഷനും, പിന്നെ ഇത് നമ്മളെ റൂമിലേക്കൊക്കെ ഉള്ള എൻട്രൻസ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള ഗാർഡനിങ് ഉണ്ട് കേട്ടോ. ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, എന്തായാലും ശ്രമിച്ചു നോക്കാം. ഇതാണ് നമ്മളെ റിസോർട്ടിലേക്കുള്ള റോഡ് വരുന്നത്. കുറച്ചൊരു ഓഫ് റോഡ് പോലെയാണ് കേട്ടോ. പിന്നെ ആ കണ്ണാണ് മെയിൻ എൻട്രൻസ്. പിന്നെ ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് തേയിലത്തോട്ടാണ് കേട്ടോ. വരുന്ന വഴിയിലും 2 സൈഡും തേയിലത്തോട്ടമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടീ പ്ലാന്റേഷൻ്റെ അകത്തൊക്കെ കയറി നടക്കാനും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റും. ഇതുപോലെ ടീ പ്ലാന്റേഷൻ്റെ അകത്തായതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്നൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ബൊഗൻവില്ല വെച്ച് ആ ഒരു റോഡിലൂടെ പോയി കഴിഞ്ഞാലും ഇവിടുത്തെ പൂൾ ഏരിയയിലേക്ക് ആക്സസ് ഉണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നമുക്ക് കുഴപ്പമില്ലാണ്ട് പാർക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ സീറ്റിംഗ് സ്പേസും ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മഴയായത് കാരണം കുറച്ച് നനഞ്ഞിരിക്കുകയാണ് കേട്ടോ.
റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മളെ റൂംസ്. അവിടെ നിന്ന് നമുക്ക് നേരെ കാണുന്നത് ഈ ഒരു വ്യൂ ആണ് കേട്ടോ. പക്ഷേ അതാ ഈ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന റൂംസിൽ നിന്ന് നമുക്ക് കിട്ടുക പൂൾ വ്യൂ ആണ്. കുറച്ചും കൂടെ ഭംഗിയായിരിക്കും, പക്ഷേ അത് ഫുള്ളി ബുക്ക്ഡ് ആയത് കാരണം നമുക്ക് ഇത്തവണ കിട്ടിയില്ല. പിന്നെ നേരത്തെ റിസപ്ഷൻ ഏരിയന്ന് ഞങ്ങൾ കാണിച്ച ഡോറില്ലേ റൂമിലേക്കുള്ള, ആ ഒരു ഹാള് നേരെ വന്ന് ഓപ്പൺ ആവുന്നത് ഈ ഒരു കോർട്ട്യാർഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ ഹാളിൻ്റെ രണ്ട് സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മളെ റൂംസ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഗാർഡനിങ്ങിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റായിട്ട് ട്രിം ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വഴിയിലൂടെ നമ്മളിപ്പോൾ പോകുന്നത് താഴെ പൂൾ ഏരിയയിലേക്കാണ്. ഇതിലൂടെ പൂളിലേക്ക് പോവാം. നമുക്കൊന്നും കൂടെ ഒന്ന് പോയി നോക്കാം. ഇന്നലെ പോയി നമ്മൾ കുറേ നേരം കളിച്ചു. ഇനിയിപ്പോൾ ഇപ്പം ഇറങ്ങാൻ പറ്റുമോന്ന് അറിയില്ല, നല്ല മഴ വരുന്നുണ്ട്. കുറേ സ്റ്റെപ്പ് ഇറങ്ങി പോകണം കേട്ടോ. അവിടെ വാട്ടർഫാൾ കാണുന്നുണ്ടോ? ഇങ്ങോട്ട് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ ഈ ഒരു എന്താ പറയാ, ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഈ ഒരു വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഊട്ടി സെന്ററിലൊന്നും റൂം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു വ്യൂ കിട്ടൂല. ഇവിടെ നമുക്ക് നല്ലൊരു പാനോരമിക് വ്യൂ ആണ് കിട്ടുന്നത്. ഈ സൈഡിലായിട്ട് ആ വാട്ടർഫാൾ ഉണ്ട്. പിന്നെ ഇവിടെ നല്ല മലയും പിന്നെ ഇവരുടെ ഈ ഗാർഡനിങ്ങും ഒക്കെ കാണാൻ നല്ല രസമാണ്. ആ മുകളിലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച ആ റൂംസിന്റെ വ്യൂ വരുന്ന സൈഡ്. പിന്നെ അതിൻ്റെ അറ്റത്തായിട്ട് കാണുന്നതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ്. നല്ല കാറ്റാ, നല്ല കാറ്റും മഴയാണ്. മഴ ഇല്ല, അത്ര ചെറിയ ചാറ്റൽ മഴയുള്ളൂ, പക്ഷെ നല്ല കാറ്റുണ്ട്. ഇതില് തണുപ്പുണ്ടോ? ഇഷ്ടായോ? ഡാൻസ് കളിക്കൂ? കളിക്ക്. ഇലുവിന് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നല്ല സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഓടി കളിക്കാനും. പിന്നെ എല്ലാം നല്ല നീറ്റായിട്ട് ലോണൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ അവിടെ ആ കാണുന്നതാണ്, അത് അവിടെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ബാക്കിയൊക്കെ റൂംസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തന്ന. ഇനി വാട്ടർഫാൾ കാണിച്ചു തരാം. ഇവിടുന്ന് നോക്കിയാലും കാണും. ഇനി താഴെ ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ പോയാലും കാണും. കാണുന്നുണ്ടോ? ഇതാ നല്ല രസമുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങോട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. ഇനി ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പൂൾ ഏരിയ ഉണ്ട്. പൂൾ ഏരിയയിൽ നിന്ന് കുറച്ചും കൂടെ വാട്ടർഫാൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് അവിടെ കൂടെ പോയി നോക്കാം. ഇതിൽ മെല്ലെ മെല്ലെ നമുക്ക് ആ വ്യൂ കിട്ടുന്ന റൂം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 8 ഫാമിലി വരുന്ന ഒരു ഗ്രൂപ്പ് ഓൾറെഡി അതൊക്കെ ബുക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് ബേസിക് റൂമാണ് കേട്ടോ കിട്ടിയത്. റൂം രസമുണ്ട്, പക്ഷെ ആ വ്യൂ ഇല്ല. അവിടുന്ന് ജസ്റ്റ് ആ ഗാർഡനിലേക്കുള്ള വ്യൂ മാത്രമേ നമുക്ക് നമ്മളെ റൂമിൽ നിന്ന് കിട്ടുള്ളൂ. റൂം നല്ല നീറ്റാണ്, പക്ഷെ ഒരു ലക്ഷറി ടൈപ്പ് ആ റൂമല്ല. പഴയ ബ്രിട്ടീഷ് ബംഗ്ലോസിലൊക്കെ ഉള്ള പോലത്തെ ആ ഒരു റൂമാണ് കേട്ടോ. കുറച്ചൊരു വിൻറ്റേജ് ടൈപ്പ് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പ് റൂമാണ്. എന്നാലും നല്ല രസമുണ്ട്, നീറ്റാണ്, സ്പേഷ്യസ് ഒക്കെയാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ പൂൾ ഏരിയ. നല്ലൊരു ഇൻഫിനിറ്റി പൂൾ വിത്ത് അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ അധികം പൂളില്ലാത്ത റിസോർട്ടാണ് ഊട്ടിയിൽ കാണാം. അപ്പോൾ പൂളുള്ള 1-2 റിസോർട്ടേ ഉള്ളൂ, അതിലൊരെണ്ണം ഇതാണ് കേട്ടോ. പൂളിൻ്റെ ഈ സൈഡിലായിട്ടാണ് വാട്ടർഫാൾ വരുന്നത്. ഇവിടെ 2 റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. ഇതാണ് നമ്മുടെ വാട്ടർഫാൾ. അതിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാട്ടോ നമുക്ക് റൂമിൻ്റെ അവിടേക്കൊക്കെ. നല്ല രസമാണ്. ഇത് മെല്ലെ മെല്ലെ ഹിലുവിൻ്റെ തലയിലെ ഫ്ലവറും ഇതും സെയിം പോലെ ഉണ്ട്. സെയിം അല്ലേ ഹിലുമ? നോക്ക്, നമ്മ കാണിച്ചു കൊടുക്കട്ടെ. സെയിം ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ നമ്മൾ ഈ ഒരു റിസോർട്ട് എടുക്കാനുള്ള മെയിൻ റീസൺ. പിന്നെ ഈ ഒരു പൂളും എല്ലാം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പൂളാണെങ്കിലും ഗാർഡൻ ആണെങ്കിലും
അതിൻ്റെ ഒപ്പം ഈ ഒരു വ്യൂവും കൂടെ ആകുമ്പോൾ അടിപൊളിയാണ്. ഇപ്പൊ തണുപ്പില്ല, നേരത്തെ തണുപ്പില്ല. ഇത് നമ്മൾ ഇന്നലെ റിസോർട്ടിലെത്തിയ സമയത്ത് പൂളിൽ ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ. നമ്മളിവിടെ വന്നപ്പോൾ പൂളുണ്ടെന്ന് കണ്ടതും ഹിലു പിന്നെ ഞങ്ങളെ റൂമിലിരിക്കാൻ സമ്മതിച്ചിട്ടില്ല. നമ്മൾ കുറേ സമയം പൂളിൽ കളിച്ചു. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ നമ്മൾ ഡിന്നർ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ഊട്ടി ടൗണിലൊന്ന് പോയി വന്നതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല, അത്രയും ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് എന്തായാലും ഡിന്നർ ഇവിടുന്ന് സമാധാനമായിട്ട് കഴിക്കാമെന്നുള്ള തീരുമാനമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഡിന്നറിന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഗീ റൈസും പനീർ കറിയും പിന്നെ ഹിലുവിന് വേണ്ടിയിട്ട് ബ്രെഡ് ഓംലെറ്റും ആണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ മെനുവിൽ. പിന്നെ ഞങ്ങൾ സിമ്പിളായിട്ട് ഗീ റൈസും പനീർ കറിയാണ് പറഞ്ഞത്. പിന്നെ ഗീ റൈസ് കണ്ടപ്പോഴേ നമുക്ക് നമ്മളുടെ ആ ഒരു ടൈപ്പ് അല്ല എന്ന് മനസ്സിലായി കേട്ടോ. കുറച്ചധികം സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഗീ റൈസാണ്. നമ്മൾ ഉദ്ദേശിച്ച ഒരു വൈറ്റ് മലബാറി ടൈപ്പ് നെയ്ച്ചോറായിരുന്നില്ല. എന്തായാലും കുഴപ്പമില്ല, പനീർ കറിയൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ 2 ചായയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റൂം ടൂർ ചെയ്താലോ? അപ്പോൾ ഇതാണ് നമ്മളെ റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വിൻറ്റേജ് ടൈപ്പ് റൂമാണ് കേട്ടോ വരുന്നത്. ഈ റിസോർട്ട് ഒരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഈ ഒരു റിസോർട്ട് രൂപത്തിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അധികം ഫർണിച്ചേഴ്സും വരുന്നത് പഴയ ആ ഒരു രീതിയിലുള്ള തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ കുറച്ച് പോളിഷൊക്കെ പോയിട്ടുണ്ടെങ്കിലും നല്ല ക്ലാസി എലഗൻ്റ് ആയിട്ട് ഒരു വിൻറ്റേജ് ടച്ച് വരുന്ന രീതിയിലുള്ള ഫർണിച്ചേഴ്സാണ് കേട്ടോ. ഇവിടുത്തെ ഫുൾ ഇൻറ്റീരിയറിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്. ഇത് അവിടെ നിന്നാണ് കേട്ടോ നമ്മളെ റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. അതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു വാർഡ്രോബ് പോലെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്, ഒരു ലോങ് മിററൊക്കെ ആയിട്ടുള്ള. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ ബെഡ് സ്പേസ് വരുന്നത്. ബെഡ് നല്ല അടിപൊളിയാണ് കേട്ടോ. ആ ഒരു ബ്രിട്ടീഷ് ടൈപ്പ് കട്ടിലാണ്. നല്ല ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബെഡാണ് കേട്ടോ. ക്വീൻ സൈസ് ബെഡാണ്. ഈ ഒരു വിൻഡോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പൂൾ വ്യൂ റൂംസും ഗാർഡനും ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്കിത് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാനും സാധനങ്ങളൊക്കെ വെക്കാനുമായിട്ട് ഇങ്ങനൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നോൺ AC റൂമാണ് കേട്ടോ. ഇവിടെ ഫാന് മാത്രമേ ഉള്ളൂ. ഊട്ടിയിലായതുകൊണ്ട് തന്നെ പിന്നെ AC ഫാനും ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഫാന് പോലും ആവശ്യമില്ല കേട്ടോ, അത്രയും തണുപ്പുണ്ട്. സെക്കൻഡ് വിൻഡോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ റിസോർട്ടിൻ്റെ മാക്സിമം എല്ലാ ഭാഗവും കവർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കൂടെ നോക്കാം. മിസ്റ്റിക് വില്ല കൽഹട്ടി എന്നാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര് വരുന്നത്. നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിൽ പോകുമ്പോൾ ഊട്ടി എത്തുന്നതിൻ്റെ ഒരു 5 കിലോമീറ്റർ മുമ്പായിട്ടാണ് കേട്ടോ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കൽഹട്ടി വാട്ടർഫാൾസിൻ്റെ അടുത്തായിട്ടാണ്. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.